ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് പഴം നിറച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് 5 പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായി പഴുത്ത നേന്ത്രപ്പഴമാണ്, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു മാറ്റാം. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ കാണുന്ന പോണ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടിയിലേക്ക് അധികം എത്താത്ത രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാത്രം എടുക്കുക. അതിലോട്ട് നമ്മൾ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർക്കുക കേട്ടോ. എന്താണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വേണം നമ്മളിത് പൊരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓയിലൊക്കെ നന്നായിട്ടൊന്ന് പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വെക്കുന്നതാണ് കേട്ടോ നല്ലത്. എന്നാൽ എണ്ണയൊക്കെ കുടിക്കുന്നത് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. ഇനി ഒരു പാൻ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുക. കുറച്ച് കാഷ്യൂസും റൈസിൻസും ഒന്ന് നന്നായിട്ട് വറുത്തെടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുക്കുന്നത്. ലോ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ തേങ്ങ ചിരകിയത് ചേർക്കുമ്പം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗറും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലോട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറി വരുമ്പം നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂസും റൈസിൻസും ചേർക്കുക. ഇനി നമ്മളെ പഴം എടുക്കുക. അതിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗം ഒന്ന് വിടർത്തി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതിൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക കേട്ടോ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇനിയും ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്.